നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ചെയ്തൊരു മതമാണ് ഇസ്ലാം. അതുപോലെ ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷനിൽ സത്യസന്ധനായിട്ട് നടത്തിയ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി മുഴുവൻ പ്രയോഗത്തിൽ വരുത്തിയ ഒരാളാണ് ശേഷൻ. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരം ഒരു പരിഷ്കാരം ഈ മതിലുകളിൽ ചുമരെഴുതുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഓണറിൻ്റെ അനുവാദം വേണമെന്ന് സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുത്തു. നേരിട്ട് നോക്കുമ്പോൾ അതിൽ വലിയ തെറ്റുണ്ടോ? ന്യായമല്ലേ. പക്ഷേ ഇൻഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാലോ, ഈ തെരുവോരങ്ങളിലൊക്കെ മതിലുള്ള ആർക്കാണ്? ഇവിടുത്തെ ഒരു പിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗത്തിനല്ലേ. 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു 1% പോലും സിറ്റിയിലൊക്കെ സ്ഥലമുണ്ടോ? അപ്പോൾ പറയുന്നത് നേരാണ്. അദ്ദേഹം ഒരു തെറ്റില്ല, ന്യായമാണ്, അദ്ദേഹം കുറ്റമല്ല. പക്ഷെ അതിൻ്റെ ഇൻഡയറക്റ്റ് നടക്കുന്ന പോലെ. അതുപോലെ ഈ അടുത്ത കാലത്ത് ഇന്നലെ അല്ലെങ്കിൽ അത് സുപ്രീം കോടതി ഒരു നിയമമുണ്ടാക്കി. നിങ്ങൾ 5 വർഷം 50 വർഷം താമസിച്ചാലും വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കല്ല, അതിൻ്റെ ഉടമസ്ഥ തന്നെയാണ്, പഴയ ഓണർക്കാണ്. ആ വിധിയിൽ വല്ല തെറ്റും പറയാൻ പറ്റുമോ? പക്ഷെ അതിന് ഇൻഡയറക്റ്റ് നോക്കിയാൽ അതിന് അടങ്ങിയിരിക്കുന്ന ഒരു ആപത്ത് ചില സമുദായങ്ങൾക്ക് പ്രത്യേകിച്ചും അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ശ്രോതാക്കളെ, ബഹുമാന്യരായ എൻ്റെ ശ്രോതാക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഞാനൊരു കാര്യം പറയണം. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഉപദേശിക്കാൻ വിദേശ ശക്തികൾ വരെയുണ്ട്. സവർണ ഫാസിസ്റ്റുകൾക്കും ഉപദേശിക്കാൻ ലോകം മുഴുവനുണ്ട്. എന്നാൽ ഇന്ത്യയിലെ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന് ഉപദേശിക്കാൻ വിദേശ ശക്തി എന്നൊക്കെ വളരെ ചെറുതുള്ളൂ. അങ്ങനെ അവരെല്ലാം സന്നദ്ധരല്ല. അവരുടെ കാര്യം തന്നെ നോക്കാൻ പറ്റാത്തവരാ. ഉദാഹരണം പറഞ്ഞാൽ 1400 1500 വർഷമാകുന്നു പ്രവാചകൻ വന്നിട്ട്. എന്നിട്ട് ഒരു കളിത്തോക്കുകളുണ്ടാക്കാൻ ഈ അറബി നാളിൽ കൂടി സാധിച്ചില്ല. അപ്പോൾ അവിടെ വളർച്ച അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ഇന്ത്യയിൽ ചെയ്യേണ്ടത് ആരായിരുന്നു? മുസ്ലിങ്ങളുടെ സമയത്ത് മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗിനോട് പറയട്ടെ, മുസ്ലിം ലീഗിനോടും മുസ്ലിം സമുദായ ചില നേതാക്കളോടും എനിക്ക് യാതൊരു ഇഷ്ടക്കുള്ള, അവർക്ക് എന്നെക്കാൾ വലിയ മിടുക്കരും സമർത്ഥരുമാണ്, സമ്മതിച്ചു. അങ്ങനെ ഒരു ദുരാഗ്രഹവും ഒരു അഹങ്കാരം എനിക്കില്ല. പക്ഷെ പറയട്ടെ, നീണ്ട 80 വർഷക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് ആ പ്രസ്ഥാനത്ത് നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആർക്കെങ്കിലും മനസ്സിലായോ അവർ ചെയ്ത തെറ്റും അവരുടെ കഴിവുകൾ എന്താന്ന്? ഇല്ല. 100 വർഷമായി RSS തുടങ്ങിയിട്ട് 100 വർഷം കഴിഞ്ഞു. എന്താണ് RSS? രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ്. അത് ഹിന്ദു എന്നോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഇന്ത്യയിൽ വീടുതലുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി അത് ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ അല്ല ജാതിയുണ്ടോ? ലോകത്ത് ജാതിയുടെ മതത്തിൻ്റെ പേര് ഉപയോഗിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒന്നുമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അവിഭാജ്യ ഘടകമായി CH മുഹമ്മദ് സാഹിബ് അദ്ദേഹം പറഞ്ഞു, ഇറ്റലിയിൽ പണ്ട് ക്രിസ്ത്യൻ കോൺഗ്രസ് ഉണ്ടായത്, അതിപ്പോൾ അതും ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ലോകത്ത് ഒരു സ്ഥലത്തും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതിരിക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പക്കാ രാഷ്ട്രീയ പാർട്ടി. അതിൻ്റെ അപകടം അവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്ന് മനസ്സിലാക്കാനാ? 100 വർഷം 80 വർഷമല്ലേ? 48-ലാണ് സംഘപരിവാർ തുടങ്ങി, 25-ലാണ്, ഇത് 48-ലാണ്. പക്ഷേ എന്നിട്ടും അവർ ചെയ്തില്ല. അതുകൊണ്ട് പറയട്ടെ, എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും, എൻ്റെ കഴിവല്ല, എൻ്റെ ഗ്രൂപ്പിൻ്റെ ശക്തി. അവർ മനുഷ്യ തന്നെ മാത്രം ആഗ്രഹിക്കുന്ന ഗ്രൂപ്പാണ്. എല്ലാവിധ സന്നാഹമുള്ളതാണ്, സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും ചിന്താപരമായിട്ടും എല്ലാ ഗ്രൂപ്പാണ്. കാരണം ഞാൻ എൻ്റെ ആത്മാസം മനസ്സിലാക്കി അവർ വന്നതാണ്, പ്രതിഫലിച്ചില്ലാതെ ഈ സംഭവത്തിൽ. അപ്പോൾ ചില കാര്യങ്ങൾ മുസ്ലിം സമുദായത്തെ ഉണർത്തിക്കേണ്ടി വരുന്നു. അവിടെ നമ്മൾ മുസ്ലിം വർഗീയവാദിയാണെന്നോ മുസ്ലിം വാദിയാണെന്നോ ചിന്തിക്കരുത്. അത് കാലഘട്ടത്തെ അനിവാര്യതയാണ്, സാമൂഹ്യ നീതിയുടെ പര്യായമാണ്. എന്താണ് ദൈവം? സ്ഥല ഉടമകൾ ആരാണ് ഇന്ത്യയിൽ? ജന്മിമാർ അല്ലെങ്കിൽ സവർണ വിഭാഗം. അത് കൈവശിരിക്കുന്ന ആരാണ്? 90% പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ. കാരണം എല്ലാം മറ്റ് സവർണർക്കൊന്നും വാടക ഇരിക്കേണ്ട ആവശ്യമാകും, സ്വന്തം സ്ഥലമുണ്ട്. പിന്നെ വാടക ഇരിക്കുന്നതും എക്സസ് ഭൂമിയുള്ള ആർക്കാണ്? സവർണയാണ്. അതിരിക്കുന്നത് പിന്നോക്ക ദളിത് ന്യൂനപക്ഷം 90% അല്ലേ.
അതിൽ ബിസിനസ്സിൽ ആരാണ് വന്നിരിക്കുന്നത്? ബുദ്ധിയുള്ള സമുദായ നേതാക്കൾ, പ്രത്യേകിച്ച് ഇളം തലമുറയോട്. ഇവിടെ ദളിതുകൾ, വ്യാപാരികൾ, ബിസിനസ്സാരല്ല, സവർണർ വ്യാപാരി ബിസിനസ്സല്ല, അവർക്ക് വലിയ ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞാൽ കേരളത്തിലേ ഉള്ളൂ. അവർക്ക് ഒരു പരിധി സ്വന്തം സ്ഥലമൊക്കെ ഉണ്ട്. അവരും ബിസിനസ്സിലല്ലാതെയും മറ്റ് പരിപാടികളില്ല. ബ്ലേഡ്, അതായത് ബാങ്ക്, പന്നി വളർത്തൽ, പലിശ, പിന്നെ കള്ളുവെച്ചോടം, ഈ മൂന്നാണ്. ഇത് മൂന്നാണ് ഏറ്റവും കൂടുതൽ ലാഭമുള്ളത്. അത് മൂന്ന് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് വലിയ കച്ചവടം, പള്ളിക്കട പോലും അതില്ല. പിന്നെ ചെയ്യുന്ന മുഴുവൻ ആരെടോ? ഈ നിരക്ഷരൻ എന്ന് പറയുന്ന, വലിയ വിദ്യാഭ്യാസം അല്ലെന്ന് പറയുന്ന, അതിബുദ്ധിയില്ലാന്ന് പറയുന്നത് ഈ സാധാരണക്കാരെ മുസ്ലിങ്ങളാണ്. അവർ പള്ളിക്കടയോ ഒരു പെട്ടിക്കടയോ ഒരു ഹോട്ടലോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ രീതിയിൽ ഇത് ആലോചിച്ച് നോക്കിയേ. ഞാനെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? 50-60 വർഷം കടയിരിക്കുന്ന ഒരു കടക്കാരോട് നാളെ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കൊടുത്തേ തീരൂ, യാതൊരു ആനുകൂല്യവും ഇല്ലാതെ. അത് നിയമമാണ് സുപ്രീം കോടതി വച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, അത് മുൻപൊരു 5-8 മാസം ഒരു നിയമം ഉണ്ടെങ്കിൽ വാടക, ഞാൻ പറയാൻ കാരണം ഞാൻ മൊയ്തീൻ ഷാ, പിന്നെ LBU, ലാൻഡ് ബ്രോക്കേഴ്സ് യൂണിയൻ സംഘടന, അതിൻ്റെ പ്രസിഡന്റാണ്. ആദ്യത്തെ സംഘടന ഞങ്ങളുണ്ടാക്കി കേരളത്തിൽ. കാരണം 80 മുമ്പാണ്. അതേസമയത്ത് 20 ലക്ഷം പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതിൽ 90% വളരെ കഷ്ടത്തിലാണ്. ആ 20 ലക്ഷം നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ കൂടെ കുറച്ചുള്ളൂ. എങ്കിലും പറയാണ്, വാടകയ്ക്ക് വേണ്ടി എന്താണ്, ഡേറ്റ് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുത്തോളണം, ഒന്നും പറയാൻ പാടില്ല. ഇല്ലെങ്കിൽ ആദ്യത്തെ 3 മാസത്തേക്ക് ഇരട്ടി വാടക, പിന്നെയുള്ള 4 മാസത്തേക്ക് 4 ഇരട്ടി വാടക. 4 ഇരട്ടി വാടക കൊടുത്തിരിക്കുമോ? അവൻ അല്ലാതെ കഴുക്കൽ കൂടെ ഇറങ്ങി ഇടാന്ന് പറയുമ്പോൾ അത് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. ആ നിയമം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ നിയമം. വാസ്തവം എന്ന് പറയുമ്പോൾ ഈ നിയമം സുപ്രീം കോടതി പറഞ്ഞ് തെറ്റ് പറയാൻ പറ്റുമോ? ഭൂമി ഉടമക്കാണ് അവകാശം, ഭൂമിയുടെ അവകാശം ഭൂമി ഉടമക്കാണ്, മറ്റു കൈവശ അവകാശമുള്ളൂ. 2 അവകാശം കഴിഞ്ഞുള്ളൂ. ജന്മാവകാശമുണ്ട്, പിന്നെ കൈവശാവകാശമുണ്ട്. പണ്ടൊക്കെ ജന്മാവകാശത്തിനായിരുന്നു വീടി, കൈവശാവകാശം ഒരു വില ഉണ്ടായില്ല. അത് മാറി ഏതാണ്ട് 1967 ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നതിന് ശേഷം 70 മുതൽ 2000 വരെ 30 വർഷമാണ് കേരളത്തിൽ പോലും എന്തെങ്കിലും ഒരു സാമൂഹ്യ നീതി ഉണ്ടായത്. 2000 ശേഷം ഗ്ലോബലൈസേഷൻ വന്ന ഇന്ത്യയിൽ അതോടെ ആ സാമൂഹ്യ നീതി പോയി, ജന്മിത്വം അല്ലേ വന്ന്. ഇപ്പം ആ പഴയ ജന്മിത്വത്തിലേക്ക് വീണ്ടും വരാണ്. കൂടെ പറയുന്നതാണ് ജന്മിത്വത്തിൽ. പണ്ട് അന്തോണി നിയമം ഉണ്ടാക്കിയല്ലോ. അന്തോണി നിയമം ഉണ്ടാക്കിയതാണ് ഭൂപരിഷ്കൃത നിയമത്തിൽ. ആ പാട്ടത്തിനെടുത്ത വസ്തുവിൽ കൃഷിസ്ഥലത്ത് തവളയും മത്സ്യം പിടിക്കാൻ അവകാശം ജന്മിക്കുകയാണ്. അതൊക്കെ തിരിച്ചത് KR ഗൗരിയമ്മ എന്ന മഹതി ഇടപെട്ടാണ് മാറ്റം വരുത്തിയത്. അന്തോണി അന്നും ചിന്ത അങ്ങനെയാണ്, ഗൗരിയമ്മ ചിന്ത എങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ദേശവ്യാപകമായിട്ട് ഇന്ത്യയിൽ എത്ര ആയിരക്കണക്കിന് കടക്കാർ ഇന്നല്ലെങ്കിൽ നാളെ വെറും കൈയോടെ ഒഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായം 30 കോടി ഇടുവന്നില്ല, 20% വരും. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിലെ മുസ്ലിങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങളുണ്ട്. ഇവരാരും ജാതി കുറിച്ച് ചിന്തിക്കില്ല, സമുദായം ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ച് അപകടം ചെയ്യും. ഞങ്ങൾക്ക് ചിന്തിക്കാം, ഞങ്ങൾ ആരെയും അടിമയല്ല. ഞങ്ങൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നല്ല, ഞങ്ങൾ നിയന്ത്രിക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് 2 ശക്തിയാണ് ഭയമുള്ളത്. ഒന്ന് ജനശക്തിയാണ്, മറ്റൊന്ന് ദൈവശക്തിയാണ്. ദൈവശക്തി നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ മനുഷ്യശക്തിയെ കാണാൻ പറ്റും. ബാക്കി ആരും ഞങ്ങളൊരു വിഷയമല്ല. ഏത് രാഷ്ട്രീയ നേതാവിലും ഏത് നമുക്കൊരു പ്രശ്നമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ ഈ സമുദായത്തെ? അപ്പോൾ സാമ്പത്തികമായിട്ട് ഈ സമുദായത്തെ ഒതുക്കുക എന്നുള്ള ഒരു ആത്യന്തിക ചിന്തയും അതിനുവേണ്ടി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സവർണ ഫാസിസം. ഞാൻ ഇന്നലെ പറഞ്ഞ RSS അല്ല നമ്മൾ മാറ്റുന്നത്, പറയുന്നത് RSS ഒരുപടി പിന്നോക്കമുള്ളതാണ്. അല്ലെങ്കിൽ സവർണരും അല്ല, പക്ഷെ സവർണ ഫാസിസം. അവരുടെ ചിന്ത എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തെ എങ്ങനെ സാമ്പത്തികമായിട്ട് ഇറക്കാം. ഒന്നിട്ട് എന്താ കാര്യമില്ല, ഒന്ന് പിന്നെ കുഴിച്ചിട്ട് എലവില്ലേ, അതാണ്. അങ്ങനെയാണ് ഒന്നിനും കൊള്ളാത്ത ആണും പെണ്ണും കെട്ടോ എന്ന് പറയും പോലെ, എന്നാൽ മുഖ്യമന്ത്രി ആൾ പറഞ്ഞ പോലെ അങ്ങനെ ആക്കിയെടുക്കാന്നുള്ള, അതാണ് അവർ. അതൊരു യുക്തിയാണ്, തന്ത്രമാണ്. മനസ്സിലായില്ലേ? ഇതാണ് അവസ്ഥ. ഇതിന് പരിഹാരം കാണാൻ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. ഈ ഒരു നിയമം ദൂരം വ്യാപകമായിട്ട് ഇതിനൊക്കെ ഫലം ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴേക്കും വരുമ്പോഴേക്കും ജനങ്ങൾ അറിയില്ല. അപ്പോൾ അങ്ങനെയാണോ ചിന്തിച്ചോളൂ. ആ സമുദായം അങ്ങനെയാണ്. അത് ബുദ്ധിയുണ്ടെങ്കിൽ, ബുദ്ധിയുള്ള സമുദായ നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
പ്രത്യേകിച്ച് യുവതലമുറയിൽ ബുദ്ധിജീവികളോട് പറയുകയാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇന്നലെ നിയമം ഉണ്ടാക്കിയല്ലേ രണ്ടാമത് വിവാഹം കഴിക്കാൻ ആദ്യം പേടെ അനുവാദം പെടുന്നത്, ശരിയായ നിയമം തെറ്റാണത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒതുക്കി ഈ സമുദായത്തെ ഒന്നിനും കൊള്ളില്ലാത്ത കോളാമികൂടി ഓടുപോലെയാക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഞാനതാ പറയുന്നത്. മറ്റൊന്ന്, വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് 10-15 വർഷമായതാണ് വ്യവസായികൾ അല്ലെങ്കിൽ വ്യാപാരികൾ, കമ്പനികളൊക്കെ അവർ വരുമാനം നിശ്ചിത ശതമാനം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്, പൊതു ഫണ്ടായിട്ട് ഉപയോഗിക്കണമെന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ 2020 പോലെയുള്ള സ്ഥാപനങ്ങൾ ആ ഫണ്ട് ഉപയോഗിച്ച് അവർ പാർട്ടി സംഘടന വളർത്തുന്നത്. അങ്ങനെ വളർത്തി അവർ 2020 വലിയ ഫേമസ് ആയെന്ന് പറയും. ഇപ്പം അത് കുറേ പേര് പറയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് കൂടാതെ മറ്റൊരു മുതലാളി എബ്രാം സാറ് നിരണം പഞ്ചായത്ത് അദ്ദേഹം ഏറ്റെടുക്കാൻ പോകണം. ഏറ്റെടുത്തു സാബുവിനോട് പറഞ്ഞു കഴിഞ്ഞു. നാളെ യൂസഫലി ഏറ്റെടുക്കും, മറ്റ് വേറെ എടുക്കുക. അങ്ങനെ ഏതാണ്ട് കേരളത്തിൽ എടുത്താൽ 1000-ഓളം പഞ്ചായത്ത്, 990 1000-ഓളം പഞ്ചായത്ത് എന്ന് വിചാരിക്കുക. കേരളത്തിൽ 1000 വൻ തോക്കുകൾ, 1000 വൻ തോക്കുകളുണ്ടല്ലോ. തോക്ക് ഓരോ മണ്ഡലം അവൻ്റെ മേഖല എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തിൽ പ്രസക്തി ഉണ്ടോ? ബ്രിട്ടീഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അത് 2 കാരണം. അവർക്ക് ബോധമുണ്ട്. മഹാത്മാഗാന്ധി പോലെ നെഹ്റു പോലെ മനുഷ്യസ്നേഹികളുണ്ടായിരുന്നു, രാജ്യസ്നേഹികളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊക്കെ എന്നാൽ ഇവർ ഇങ്ങനെയുള്ള കുറുക്കട്ട് മൈനെ ഒഴിവാക്കാൻ സ്വതന്ത്രമായിട്ട് കൂടി നിൽക്കാൻ പറ്റിയൊരു സന്നാഹമാണോ? ജാതിയല്ലേ, മതമല്ലേ, ശക്തി ഉറക്കല്ലേ? അന്ന് കോടിക്കണക്കിന് മുസ്ലിങ്ങളും ഹിന്ദു സമുദായം ഒരുമിച്ച് നിന്ന് സ്വാതന്ത്ര്യത്തെ പറ്റി പ്രവർത്തിച്ച് 10,000-കണക്കിന് മുസ്ലിങ്ങളുടെ ജീവൻ കളഞ്ഞ് നേടിയെടുത്താണ് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന്. മഹാത്മാഗാന്ധി നേരത്തെ കൂടി ശരിയാണ്, നെഹ്റു ഒക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്. എന്നിട്ട് അവർ പോയ വഴിക്ക് ഒരു ആപ്പടിച്ചിട്ട് പിളർത്തി വിട്ട്, അത് ഡിവൈഡ് ആൻഡ് റൂൾ നിയമമുണ്ടല്ലോ, പശ്ചിമ ബംഗാൾ ഉണ്ടാക്കിയ പോലെ അത് ഉണ്ടാക്കി. അങ്ങനെ ഇന്ത്യയെ ഒന്നും കൊള്ളാത്തയാക്കി. അല്ലെങ്കിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, ബർമ്മ ഇതെല്ലാം ചേർന്ന ഒരു പ്രദേശമായിരുന്നു ഇന്ത്യ, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയാറ്. അത് ലോകത്ത് നമ്പർ 1 ശക്തിയായിരുന്നു, ആകുമായിരുന്നു. ആ ശക്തിയെ തകർക്കാൻ വേണ്ടി പല പല കഷങ്ങളാക്കി വിട്ടു. ഇപ്പോഴും ഇന്ത്യയെ പിളർത്താൻ ശ്രമിക്കുകയാണ് വിദേശ ശക്തികൾ. നമുക്ക് പറയാൻ കൊള്ളോ, ഇന്ത്യ പിളർത്താൻ പറഞ്ഞാൽ രാജ്യത്തെ കുറ്റമാണ്, പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള ശ്രമമാണ് ബാഹ്യ ശക്തികൾ ചെയ്യുന്നത്. ബാഹ്യ ഇന്ത്യക്കുള്ളിൽ ശക്തികൾ, ഇന്ത്യയിലെ ശക്തി ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞ് തെറ്റിദ്ധാരം പറ്റും. എന്തുവാകട്ടെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വ്യവസായികൾ കയ്യേറി അവർ ആധിപത്യം സ്ഥാപിച്ചാൽ അവരെ പിന്നെ പുറത്തിറക്കാൻ ഒരു ശക്തിയും സാധിക്കില്ല. ഇപ്പോൾ LDF, UDF, BJP വരെ ഒരുമിച്ച് പിടിക്കാൻ സാബുവിൻ്റെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി. ശരിയാണെന്നറിയില്ല, ഉള്ളുകൊണ്ടാണെന്നറിയില്ല, പുറത്തങ്ങനെ കേൾക്കുന്നത്. ഇപ്പോൾ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു ആൾ DN ED ഉപയോഗിക്കും, NI ഉപയോഗിക്കും, പിന്നെ ഇൻകം ടാക്സ് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിട്ട് വിജയിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സർക്കാരിൻ്റെ നിയമനിച്ച് ബിസിനസ് ചെയ്യുന്ന പണം ബാഹ്യ ശക്തികൾക്ക് അല്ലെങ്കിൽ പുറത്ത് സാംസ്കാരിക രാഷ്ട്രീയ മേഖലക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിച്ച 6% പറ്റും ഒരു വരുമാനത്തിൻ്റെ. അത് ചെയ്ത് അവർ സംഘം ഉണ്ടാക്കിയിട്ട് അവർ ആ പണം ഉപയോഗിച്ച് സംഘം ഉണ്ടാക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നിരണം പഞ്ചായത്തിൽ എബ്രാം സാറിൻ്റെ ഒരു വലിയ ആരോപണമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. 3 ആൾക്കാർ ഗൾഫ് രാജ്യത്തിൽ വേണ്ട സുരക്ഷയില്ലാത്ത തൊഴിലാളികൾ ചത്തു. അതൊക്കെയാണ് വലിയ ഇൻഷുർ ചെയ്തെടുത്തൊക്കെ. ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആരോപണമുണ്ട്, എന്താ ശരി എനിക്കറിയില്ല. അദ്ദേഹം ചെയ്യാണിപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ഇനി നാളെ യൂസഫലി അല്ലെങ്കിൽ അതുപോലെ പണക്കാർ, അങ്ങനെ ഇപ്പോൾ 1000 പണക്കാർ വന്ന് അവരുടെ മേഖല കൈകാട്ടി പിന്നെ അവർ ഒഴിവാക്കാൻ ആർക്കും സാധിക്കുമോ? സാധിക്കില്ല. സാധിക്കേണ്ട പാർട്ടിക്കാരാണ് LDF, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന LDF, കോൺഗ്രസ്, UDF, BJP നയിക്കുന്ന പിന്നെ NDA. ഈ 3 ഗ്രൂപ്പാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും കേരളത്തിൽ പോലും ശക്തമായിട്ടുള്ള മുന്നണികൾ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? LDF എടുക്കാൻ മാതൃകയായിട്ട് ഈ LDFൻ്റെ ആദർശത്തെ ഇന്നിപ്പോൾ ജയശങ്കർ വക്കീൽ ഇന്ന് ആരോ പറഞ്ഞാൽ CPIയുടെ നേതാവാണെന്നാണ് ഇന്നും പറയുന്നത്. അതേ പക്ക സംഖ്യയാണ്, സംഖ്യ അനുഭാവിയാണ്, സംഖ്യ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ്. പരസ്യമായിട്ട് പറയാം ജയശങ്കർ വക്കീൽ. അദ്ദേഹത്തിൻ്റെ ആ സമുദായ സ്നേഹവും സംഘ സ്നേഹവും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ബ്രെയിൻ വാഷ് ചെയ്യാൻ ജനങ്ങളെ. എന്നിട്ട് പറയുന്നത് CPIയുടെ ആളെന്നാ. അതുപോലെ ജനതാദൾ യെസ്, ഞാൻ ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റാണല്ലോ. ജനതാദൾ യെസ്, ദേവഗൌഡ,
ദേവഗൌഡ പാർട്ടി പിളർന്നു ദേവഗൌഡ BJP-യിൽ പോയി. ഇപ്പോഴും മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും മന്ത്രിയാണ്, ഒരാൾ MLA ആണ്. ഈ പിണറായി സഖാവ് 2 വർഷമായി അവർ BJP-യിലേക്ക് പോയിട്ട് അതിൽ നിന്ന് മാറാത്ത നിൽക്കുന്നിട്ട് യാതൊരു ഒളിമുണ്ടോ പിണറായി സഖാവെ, LDF സഖാവെ, LDF പാർട്ടികളെ? നിങ്ങൾക്ക് എന്ത് മാതൃക, നിങ്ങളുടെ മോഡൽ, എന്ത് ആദർശമാണ്? മാത്യു ടി തോമസ് പാർട്ടിയിൽ ഒന്നുകിൽ നിങ്ങൾ അതിൽ നിന്ന് രാജിവെക്കണം അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകണമെന്ന് പറയാൻ തൻ്റെയുണ്ടായോ? അതിങ്ങനെയാ BJP-ആയിട്ട് സഖ്യത്തിലാണ്, പരസ്യമായിട്ട് രഹസ്യമായിട്ടും. പിന്നെ അതിന് അനുഭവം ഇതൊരു പാർട്ടി എന്ത് പുറത്തു പോകണം? അപ്പോൾ ഒരു ആത്മാർത്ഥ മനസ്സിലായില്ലേ? ഇതാണ് LDF-ന്റെ ആത്മഹത്യ. ഈ കോൺഗ്രസോ 40% മുസ്ലിങ്ങളുള്ള കോൺഗ്രസിൽ നിന്ന് പ്രതിനിധീകരിച്ച് നമ്മുടെ അൻവർ വന്നിട്ട് ഈ സതീശൻ ജി അൻവറിനെ തകർത്ത് കളഞ്ഞല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ആത്മാർത്ഥ, ഇവർക്കൊന്നും ഒരു ആത്മാർത്ഥയില്ല. അവരെല്ലാം ഏത് സമയത്തും സംഘപരിവാറായിട്ട് ചേരാൻ നിൽക്കുകയാണ്. അതിൻ്റെ രീതി അതാണ്. എല്ലാ പാർട്ടിയിലും സംഘപരിവാറിൻ്റെ നോമിനിയുണ്ട്. ഞാൻ പറഞ്ഞ ഹൈക്കോടതിയിലേക്ക് ജഡ്ജിമാർ, ചില ഓരോ മുതലാളിമാർക്കും അവരൊരു താല്പര്യം കൊടുക്കാൻ ജഡ്ജിമാർ ഉണ്ടെന്ന് പറയും പോലെ എല്ലാ പാർട്ടിയിലും, എനിക്ക് ചില പാർട്ടിയിലൊക്കെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന സംഘപരിവാരാണ്. പറയുമ്പോൾ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയൊക്കെയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് അങ്ങനെ പറയുന്നത്. അവരിനി ഈ 1000-ഓളം പഞ്ചായത്ത്, 1000 മുതലാളിമാർ എടുത്തു കഴിഞ്ഞാൽ അവരെ പുറത്താക്കാനോ ജനാധിപത്യം വീണ്ടും സ്ഥാപിക്കാനോ ഇവർക്കെല്ലാം സാധിക്കുമോ? അവർ ചെയ്യുമോ? കാശ് കൊടുത്ത് വീശും. പിന്നെ ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ കേരളത്തിലെ പാർട്ടിയുടെ അവസ്ഥ എത്ര അതമ്പതിച്ചെത്തി, എത്ര ഏകാധിപത്യം മാത്രമല്ല, തനി ഫാസിസ്റ്റ് അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, LDF-കാരാണ്. പരസ്യം പറയാതിരിക്കാൻ പറ്റില്ല. അത്ര കണ്ട് സംഘപരിവാറായിട്ടും സംഘപരിവാറിൻ്റെ കോഴിൽ പോകുന്ന ഒരു പ്രസ്ഥാനം അതമ്പതിച്ച് വരും. പിന്നെ എങ്ങനെ ജയശങ്കർ വക്കീലിനൊക്കെ സംഘാലയം പറഞ്ഞൊരു പാർട്ടി പുറത്താക്കും? CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നാണം കണ്ടോ നിങ്ങൾ? ഇന്നും CPIയുടെ ആളായിട്ട് നിൽക്കല്ലേ, സ്റ്റേറ്റ് നേതാവായിട്ട് നിൽക്കല്ലേ ജയശങ്കർ വക്കീല്? നിഷ്പക്ഷമതിയായിട്ടല്ലേ ചാനൽ വരുന്നത്? എന്തും നിഷ്പക്ഷോടും CPIയുടെ ചോദിക്കണം, നിങ്ങൾക്ക് നാണമുണ്ടോ? ഓരെങ്കിലും നേതാവ് ഉണ്ടെങ്കിൽ ഈ ജയശങ്കർ വക്കീൽ നിങ്ങൾ പാർട്ടി വെച്ചുകൊണ്ടിരിക്കുമോ? പരസ്യമായിട്ട് പിണറായി സഖാവിനെ മറ്റേ LDF-നൊക്കെ ആക്ഷേപിക്കും, സംഘപരിവാരെ വീഴും ചെയ്യുന്ന ആളെ വയ്ക്കുമോ? ചെയ്യില്ല. അതാണ് നിങ്ങളുടെ ദുഷ്ടത്തരം. കോൺഗ്രസ് അത് തന്നെയാണ്. സംഘപരിവാർ അവർക്കെല്ലാം ഒരു ഒരു മൃദു സ്നേഹമുണ്ട്. എന്താ കാരണം? ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നയിക്കുന്ന ഒരു വിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗമാണ് എല്ലാ പാർട്ടിയും. ഇപ്പം മുസ്ലിം പാർട്ടിയല്ലേ, പക്ഷെ അതിൻ്റെ നിയന്ത്രണത്തിൽ പോലും സംഘപരിവാറിൻ്റെ കൈയിടുന്നതാണ്. ഞങ്ങൾക്ക് രഹസ്യമായിട്ട് കിട്ടിയ റിപ്പോർട്ട് അവരുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിൽ പോലും സംഘപരിവാറിൻ്റെ കൈകടത്തിലിടുന്നതാണ്. എത്ര ലീഗുകാർക്ക് മനസ്സിലാവും, എത്ര മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും? കുഞ്ഞാക്കാർക്ക് പോലും മനസ്സിലാക്കാൻ എനിക്കറിയില്ല ഈ കൈകടത്തിൽ. അതാണ് ഒരു ടെക്നിക്ക്, യുക്തി, ബുദ്ധി. അപ്പം ഞാൻ ചോദിക്കും, മൊയ്തീൻ ഷാ എന്താണ് ഇത്ര ഈ ലീഗിന് കുറ്റം പറഞ്ഞത്? അവർ ചെയ്ത് മണ്ടത്തരായിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ആ നിയമം വന്നു, എത്ര മുസ്ലിങ്ങളുടെ കടകൾ ഒഴിച്ചു കൊണ്ടിരുള്ളൂ. അവർ തെരുവിലേക്ക് ഇറങ്ങട്ടെ, ഇതിനൊരു കട കിട്ടുമോ? ഉദാഹരണം ഒരു 300 വാടക മുറി ഇന്ന് ചുരുക്കി 50,000 കൊടുക്കേണ്ടി വരും. ഈ 50,000 കൊടുത്ത് വാങ്ങിക്കാൻ അവർക്ക് കപ്പാസിറ്റി അങ്ങനെ കൊടുത്താൽ കട വിജയിക്കുമോ? അവിടെയാണ് സൈഡ് എഫക്റ്റ്, പാർശ്വഫലം. എന്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഇത് ആ നിയമത്തിൻ്റെ മറുവശം ഇതാണ്. അങ്ങനെ ഓരോ നിയമവും ഇവിടെ പുതിയ നിയമം മുസ്ലിം സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി BJP നിയമം കൊണ്ടുവന്നില്ലേ? മുത്തലാഖ് ബില്ല് എന്താണ് കൊടുത്തത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് 6 മാസം 6 കൊല്ലോട്ട് ജയിലിലാതാണ്. അവൻ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണം. ജയിലിൽ കിടക്കുന്ന ഒരു ഭർത്താവിന് എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റും? ഇതൊക്കെ അന്ധമായ അല്ലെങ്കിൽ മോശമായ ഒരു സ്നേഹമാണ്, അല്ല ആത്മാർത്ഥ സ്നേഹമല്ല. അന്ധമായ വിരോധം മുസ്ലിം സമുദായത്തോടുള്ള എതിർപ്പുമാണ്. ഇവിടെ ക്രിസ്തീയുണ്ട്, സംഘീയുണ്ട്, മറ്റെല്ലാം. ഞാൻ സംഘീയ ക്രിസ്തീയത അങ്ങനെ വ്യക്തിയായിട്ട് ആക്ഷേപിക്കുന്നില്ല. അതെല്ലാം നമുക്ക് നാടിന് ആവശ്യം നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ ചെയ്യുന്നത് ബുദ്ധിമുട്ട്. ഞാൻ മുസ്ലിം ലീഗ് വിമർശിക്കില്ലേ? പിന്നെ സംഘീയ വിമർശിക്കുന്ന വ്യക്തികളാക്കിയല്ലോ. അതാണ് ഇതിനൊക്കെ പരിഹാരം കാണേണ്ട ഒരു പാർട്ടി ആയിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 180 വർഷമായി. ഇന്ന് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗായിട്ട് അതമ്പതിച്ചില്ലേ? അല്ല, മലപ്പുറം ലീഗായിട്ട്. അത് ദേശീയ ലെവലിൽ ഒരു പേര് മാറ്റി ദേശീയ താരലാണെങ്കിൽ അവർക്ക് ഇന്ന് ഇന്ത്യ ഭരിക്കാം. ഈ ഇന്ത്യയിൽ മുഖ്യധാര വരാം, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാം. മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ?
അവർക്ക് പദവി വന്നാൽ രണ്ടാം പൗരൻ, ഒരു ഉപമുഖ്യമന്ത്രി. എന്നിട്ട് അവർക്ക് ആനുകൂല്യം ഇപ്പോൾ 25-30 സീറ്റ് കൊടുത്തിട്ട് എല്ലാ മുസ്ലിം വോട്ട് കിട്ടുന്നതാണ്. എടോ അങ്ങനെയല്ലടോ. ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീറോടെ പറയണത് കേട്ടോ. സംസ്കൃത ഭാഷ പുലയനും പറയാനും പഠിപ്പിച്ച് അത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് അവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ചീഫിൻ്റെ പ്രസ്താവന. ഒരു സ്ത്രീയാണ്. നിങ്ങൾ സംസ്കൃത സർവകലാശാല തുടങ്ങിയല്ലോ ഇവിടെ കാലടിയിൽ. എടോ അറബിക് സർവകലാശാല പറഞ്ഞിട്ട് എന്തായടോ മുസ്ലിം ലീഗ്? സ്പോക്കൺ അറബിയുടെ ബഷീർ തിന്ന് ചീർത്ത് തടിയേക്കാട് കൂടിയിട്ട് വലിയ ജഡ്ജാലോയിലായല്ലോ. എന്താടോ നിങ്ങൾ ആ സമുദായത്തിന് വേണ്ടി പറ്റിച്ചത്? പരസ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എത്ര പണിങ്ങാലും വേണ്ട, തല്ലിക്കൊന്നാലും വേണ്ടില്ല. നിങ്ങളിപ്പോൾ തിന്ന് ചീർത്ത് ആചാരബോഹോട് ആനെ പോലെയാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വർത്തമാനം കൂടിയിട്ട്. നിങ്ങൾ എന്തടോ അറബിക് സർവകലാശാല തുടങ്ങായിരുന്നു? അതിന് തുരങ്കം വെച്ചത്? ഒന്നെ മോനെ ബഷീറെ, നീയൊക്കെ മരിക്കുന്ന മുമ്പായിട്ട് ഇതിന് ജനങ്ങളുടെ മുമ്പിൽ സമാധാനം പറയാതെ നിന്നെ ഒന്നും അള്ളാഹു കൊണ്ടുപോകില്ല. ഈ സമുദായം പാവപ്പെട്ടായിപ്പോയി, വക്രബുദ്ധിയില്ലാത്തപ്പോയി. അവർ ആത്മീയത്തിൽ ശ്രദ്ധ ചിന്തിച്ചോ, ഭൗതികം ശ്രദ്ധിച്ചില്ല. അത് നിങ്ങൾ ചൂഷണം ചെയ്ത്. കുഞ്ഞാക്കാടും പറയാണ് ചൂഷണം ചെയ്ത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അറബിക് സർവകലാശാല സച്ചാർ കമ്മിറ്റി പറയുകയും പാലുളി കമ്മിറ്റി അനുവാദം ചെയ്തിട്ട് അവർ വേണ്ട പോയി പരം വന്ന് കുഞ്ഞുഞ്ഞാണ് കുഞ്ഞാക്കാണ്. 2 ടീം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ചെയ്തില്ലേ? കോൺഗ്രസ് കുത്തകയില്ലായിരുന്നോ? അതിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമല്ലോ. സോണിയാഗാന്ധിയൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല? കാര്യം പറയടോ. ഇത് ഞാൻ ഒരു കാര്യം പറയാം. അറബിക് സർവകലാശാല തുടങ്ങിയാലും അതിൻ്റെ ആനുകൂല്യം മുഴുവൻ കിട്ടുന്നത് ഇവിടുത്തെ സവർണ ക്രിസ്ത്യാനിക്ക് സവർണ വിഭാഗത്തിലാണ്. അല്ല മുസ്ലിങ്ങളൊക്കെ അവിടെ ഗൾഫിൽ പോയാലും വല്ല ഞാൻ പെട്ടി കച്ചവടം, അണ്ടി കച്ചവടം, ഡ്രൈവർമാരൊക്കെയാണ്. ഉയർന്ന പദവി ഒന്നും അവർക്കില്ല, വളരെ കുറച്ച് പേരുള്ളൂ. എന്നിട്ട് പോലും സമ്മതിച്ചില്ല. ഇനി അത് കഴിഞ്ഞ് വർഷം 10 കഴിഞ്ഞ് 15 കഴിഞ്ഞ് 20 കഴിഞ്ഞ് ഇപ്പം ഇതിൽ വേട് വന്ന് പറയാൻ പറയാൻ തോന്നുന്നു നിങ്ങൾക്ക്. ഇപ്പം പിന്നെ LDF പറഞ്ഞാൽ കേൾക്കൂല, അല്ലെങ്കിൽ BJP സമ്മതിക്കാതെ നിൽക്കാം. എങ്കിൽ നിങ്ങൾക്ക് ശ്രമം നടത്താൻ പാടില്ലേ? ഞങ്ങൾക്ക് അറബിക് സർവകലാശാല ഒരു കുഞ്ഞും വേണ്ടുന്നുണ്ടോ? എന്തിനടോ കാക്കമാരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? സമൂഹത്തിനും നാടിനും ഭാരമായിട്ട്. ഞാൻ മൊത്തം കാക്കാമാരോട് ചോദിക്കുകയാണ്. ഒരു കുഞ്ഞെങ്കിലും ആ അറബിക് സർവകലാശാല അനുഭവിച്ചിട്ട് എന്ത് പറ്റി ചോദിക്കാൻ ഒരു കുഞ്ഞ് സമസ്തയും മറ്റേ കുമസ്തയൊക്കെ ഇട്ടില്ല. കള്ളന്മാർ തിന്ന് ചേർത്ത് പണം സമ്പത്ത് പിരിവുണ്ടാക്കി കാശ് വാങ്ങിക്കുന്നല്ലാതെ ഈ സമുദായത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇപ്പം കാന്തപുരമൊക്കെ ഇല്ല. കാന്തപുരം ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് കാന്തപുരം. കമ്മ്യൂണിസ്റ്റ് വോട്ട് വിൽക്കുന്ന ആൾക്കാരാണ്. സംഘപുരം അനുഭവമുണ്ട്. നിങ്ങൾ ചോദിച്ചോ അറബിക് സർവകലാശാല ബുക്ക് വേണം? ചോദിച്ചോളൂ. അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് കോൺഗ്രസ് ചോദിച്ചോ? ഇല്ല. നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ആദർശം നിലനിർത്തി സമ്പത്തുണ്ടാക്കി തിന്ന് ചേർത്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ വളർത്താന്നല്ല സമുദായ സ്നേഹമല്ല. സമുദായത്തെ വിറ്റ് സമുദായത്തെ കെയർ ഓഫ് പണയപ്പെടുത്തി ജീവിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് ഈ സമുദായ, ഈ നേതാക്കളൊക്കെ ഇത്തിൽ കണ്ണികളാണ്. സമസ്തയായാലും കൊള്ളാം, കാന്തപുരായാലും ഏത് കൂന്തപുരായാലും കൊള്ളാം. ഇത്തിൽ കണ്ണി എന്ന് പറയും. അവർ ഗ്രൂപ്പ് നന്നാക്കുക. നമ്മൾ ജനങ്ങൾ നന്നാക്കണം, സമുദായത്തെ നന്നാക്കണം, സമൂഹത്തെ നന്നാക്കണം, വ്യക്തി നന്നാക്കണം, കുടുംബം നന്നാക്കണം. ആദ്യം നമ്മൾ വ്യക്തി, പിന്നെ കുടുംബം, സമുദായം, പിന്നെ സമൂഹം, 4ാമത്തെ സമൂഹം. ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് അടിച്ചു വെക്കുക? നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ഈ അറബിക് സർവകലാശാലയൊക്കെ തുടങ്ങാത്ത കാരണം പറയുന്നുണ്ടോ? ഞാൻ നിർത്താം. ഒരു കാര്യം ഇന്നലെയും പറഞ്ഞു. തൃക്കാക്കര ഉമ തോമസ് നല്ല ഭൂരിപക്ഷം ജയിച്ചു. എടോ ഉമാ തോമസ് ജയിച്ചെങ്കിൽ ഉമാ തോമസ് പോലും മത്സരിക്കില്ല. ഒരു കാരണോടെ അവിടെ 40,000 മുസ്ലിം വോട്ടർമാരുണ്ട് തൃക്കാക്കര. അതിലേതാണ് 10-25,000 വോട്ട് LDF ചെയ്തുകൊണ്ടിരുന്നതാണ്. കോൺഗ്രസ് 10-15,000 ഉള്ളൂ. ആ 25,000-ൽ 5,000 ബാക്കി 20,000 വോട്ടും കോൺഗ്രസ് ചെയ്തു. എന്താ കാരണം അറിയോ? അവിടെ ഉമാ തോമസ് തോറ്റാൽ UDF ക്ഷീണമാണ്. അത് കണക്കാക്കി മുസ്ലിം സമുദായം വോട്ട് മറിച്ച് ചെയ്ത്. അതുകൊണ്ട് കൂടിയാണ് ഇത്ര ഭൂരിപക്ഷം ജയിച്ചത്. കോൺഗ്രസ് അത് പറയോ? സമ്മതിക്കുമോ? പാർലമെന്റിലേക്ക് 19 സീറ്റ് കിട്ടി, പിന്നെ 18 സീറ്റ് കിട്ടി. അപ്പോഴും പറയുന്നറിയോ? അത് ശബരിമലയുടെ കുറിച്ച് കൊണ്ടാണ്. അവിടെ ഞങ്ങളുടെ ഊരക്കാട് 50 പള്ളിയുണ്ട്, ചർച്ച്. ആ പള്ളി കത്തി. അവർക്ക് അപ്പേര് പറയാണ് പള്ളിയുടെ ഗുരുത്വം കൊണ്ട് ചുമര് കത്തിയില്ല എന്ന്. ഞാൻ കുറ്റപ്പെടുത്തല്ല, അദ്ദേഹത്തിന് അറിവത്രേ ഉള്ളൂ. പോട്ടെ, ചുമര് ചെങ്കലിലെ കത്തുവോ? പോട്ടെ. അപ്പോൾ അമ്പലത്തിൻ്റെ ഇതുകൊണ്ടാണ് കിട്ടിയെന്ന ഈ മുല്ലപ്പള്ളിയൊക്കെ പറഞ്ഞത്. എങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ കോൺഗ്രസ് മഹാന്മാരോട്. അതിനുശേഷം നടന്ന് 2 പഞ്ചായത്ത് ഇലക്ഷൻ, 2 അസംബ്ലി ഇലക്ഷനിലും എവിടെയുള്ള അമ്പലം ഉണ്ടായില്ലെന്ന് കോൺഗ്രസ് അമ്പെ പരാതിപ്പെട്ടെന്താ?
അറബിക് സർവകലാശാല തുടങ്ങാത്തതിൻ്റെ വൈരാഗ്യത്തിൽ മുസ്ലിം സമുദായത്തിൽ 2% വോട്ട് മാറി. ആ 2% വളരെ നിർണായകമാണ്. കാരണം 60ഓളം MLA ജയിക്കുന്നത് 500 2000 ഇടയ്ക്ക് വോട്ടുകൊണ്ടാണ്. അപ്പോൾ 2% എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 1 ലക്ഷം വോട്ടുണ്ടെങ്കിൽ 2% 2000 500 പേര് ജയിക്കുന്നത്. ഈ 2000 മാറി പിന്നെ ഈസി ജയിക്കില്ല. അങ്ങനെ 99 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയത്. ഇപ്പോൾ 98. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPM ഇന്ത്യ കേരളത്തിൽ വളർന്നിട്ടില്ല, ഇന്ത്യയിൽ വളർന്നിട്ടില്ല. തകർന്നുകൊണ്ടിരിക്കുകയാണ്, തളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ സീറ്റ് കിട്ടി? ഈ 2% വോട്ടിന് വ്യത്യാസം. ഇപ്പോഴും അവർ വേണ്ടി അത് ചെയ്യാം. അതേപോലെ നിങ്ങൾ മര്യാദക്ക് സമൂഹത്തോടും മുസ്ലിം സമുദായത്തോടും പറയണം, ഞങ്ങൾ ഇങ്ങനെ വീഴ്ച പറ്റിയത്. അതുപോലെ കുഞ്ഞാക്കയും ഈ സ്പോക്കൺ അറബിക്ക് ഇംഗ്ലീഷ് ബഷീറും പറഞ്ഞില്ലെങ്കിലോ വീണ്ടും അസംബ്ലി ഒപ്പിടാൻ പറ്റില്ല, മന്ത്രിസഭ വഹിക്കാൻ പറ്റില്ല. ചില MLA ആയിരിക്കും. ഇപ്പുറത്ത് LDF അതിനേക്കാൾ അപകടകാരാണ്, തൊരപ്പനാണ്. ഇത് എലിയാണെങ്കിൽ മറ്റേ തൊരപ്പനാണ്. അപ്പം എന്ത് ചെയ്യും? എലിയുടെ തൊരപ്പനിടെ കിടന്ന് ഈ സമുദായം തിക്കൽ അനുഭവിക്കുക. പക്ഷെ ആ സമുദായത്തിന് ആ തിക്കൽ ഒഴിവാക്കാൻ അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കയ്യിലിരിപ്പും തട്ടിപ്പും ഞങ്ങൾ മനസ്സിലായി എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നത്. പണ്ട് അച്ഛന്മാരോട് സഭയോട് പറഞ്ഞ പോലെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പറയാണ്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങളെ മനസ്സിലാക്കിയെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അവിടെ അഭ്യാസവും വേഷക്കെട്ടവും വേണ്ട. സമുദായത്തിനും എല്ലാവർക്കും മാന്യമായിട്ട് കിട്ടേണ്ട അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുത്ത് നമുക്ക് ഏകോദര സഹോദരന്മാരെ പോലെ തുല്യമായിട്ട് എല്ലാവരും സ്നേഹിച്ച് എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യമുണ്ട് മുന്നോട്ട് പോകാം. അപ്പം ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, മമതാജി ജയിച്ചു. അതൊരു വലിയ സംഭവമല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അമേരിക്കയുടെ തന്നെ 4 വിമാനം ഒറ്റ റാഞ്ചി കൊണ്ടുപോയി ആ കെട്ടം തകർത്തു എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണോ വിശ്വസിക്കാൻ പറ്റുക? ഇപ്പോഴും ജയശങ്കർ സമ്മതിക്കില്ല. അത് അവർ തന്നെ ജിഹാദികൾ ചെയ്താണ്. എന്താ അത്ര വലിയ ജിഹാദികൾ? അമേരിക്കൻ വിമാനമൊക്കെ റാഞ്ചി കൊണ്ടാൽ മാത്രം ജിഹാദികൾക്ക് തയ്യാറുണ്ടോ? അത് തന്നെയല്ലെന്ന് 4000 യഹൂദന്മാർ അവിടെ ആ സ്ഥാപനം ജോലിയിട്ട് 4000 പേര് ഈ ദിവസം അവധിയെടുത്തേക്കാണ്. ഒരാളോ 2ആളോ 10ആളോ അവധിയെടുക്കാം, സ്വാഭാവികമാണ്. ഈ 4000 പേര് അവധിയെടുത്താൽ അവർക്ക് ആ മുന്നറിയിപ്പ് ഇട്ടിട്ടല്ലേ? അമേരിക്കയുടെ സപ്പോർട്ട് കൂടി ചെയ്തല്ലേ? അമേരിക്ക ഇറാഖിലും ലിബിയയിലും കയറാൻ വേണ്ടി തടുത്തല്ലേ? ഏറ്റവും വലിയ സംഭവം ഉണ്ടായാലും കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ആൾക്കാർ സമ്മതിക്കില്ലല്ലോ. ഇന്ന് സമൂഹം പറയുന്നത് അത് അൽ-ഖയ്ദ ഇതാണ്. എന്താ അൽ-ഖയ്ദക്ക് വന്ന് കയറാൻ മാത്രം അത്ര ഈസിയാണോ അമേരിക്കയുടെ സുരക്ഷിതത്വം? സദ്ദാം ഹുസൈൻ കിട്ടിയത് ഡ്രോയറും നിറം പോലും അറിയാമെങ്കിൽ ഈ അൽ-ഖയ്ദ പോലെ താടിക്കാർ വന്നു കഴിഞ്ഞാൽ 4 പിള്ളേർ വന്ന് വിമാനം റാഞ്ചി തകർക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സെക്യൂരിറ്റി. ഇതൊക്കെ ആരോട് പറയാൻ പറ്റും? മണ്ടന്മാരോട് പറയാം, പൊട്ടന്മാരോട് പറയാം. മൊയ്തീൻ ഷായെ ഗ്രൂപ്പെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവർ തികച്ചും ശാസ്ത്രീയമായിട്ട്, മനഃശാസ്ത്രപരമായി, ഫിലോസഫിക്കലി ആൻഡ് എക്കണോമിക്കലി ചിന്തിച്ചിട്ട് വിലയിരുത്തവരാണ്. അവിടെ അഭ്യാസം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി ചെയ്യുന്നു.